ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ മൈ ഡ്രീംസ് മൈ ലൈഫ്. വൺ ഡേ ട്രിപ്പായ ഫോർട്ട് കൊച്ചിയിലെ ഇന്നത്തെ വിശേഷം മട്ടാഞ്ചേരി പാലസ് ആണ്. ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം കേരളീയ കൊളോണിയൽ വാസ്തുശൈലിയിൽ തീർത്ത മനോഹരമായ ഒരു ചരിത്ര സ്മാരകമാണ്. കൊച്ചി മഹാരാജാവായ വീരകേരളവർമ്മയ്ക്കു സമ്മാനമായി നൽകാൻ 1545 പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. 100 വർഷത്തിനു ശേഷം കൊച്ചിയിൽ സ്വാധീനമുറപ്പിച്ച ഡച്ചുകാർ ശ്രദ്ധേയമായ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനാൽ ഇതിനെ ഡച്ച് കൊട്ടാരം എന്നാണ് പിന്നീട് വിളിച്ചു വരുന്നത്. ഏകദേശം 300 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട് ഈ ചുവർ ചിത്രങ്ങൾക്ക്. 1864 മുതൽ കൊച്ചി വാണ രാജാക്കന്മാരുടെ എണ്ണച്ചായ ചിത്രങ്ങൾ, വാളുകൾ, കൊത്തുപണി ചെയ്ത പിടികളോട് കൂടിയ കഠാരകളുമുണ്ട്. കിരീടാവകാശങ്ങൾക്കും ഉപയോഗിക്കുന്ന അലങ്കൃതമായ കുന്തങ്ങൾ, വെഞ്ചാമരങ്ങൾ എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജാവ് ഉപയോഗിച്ചിരുന്ന തലപ്പാവുകൾ, കിരീടങ്ങൾ, കൊച്ചി രാജവംശത്തിൻ്റെ കമ്മട്ടത്തിലടിച്ച നാണയങ്ങൾ, കൊച്ചിക്കായി ഡച്ചുകാർ തയ്യാറാക്കിയ വികസന പദ്ധതിയുടെ രേഖാചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1498 പോർച്ചുഗീസ് പരിവേഷകനായ വാസ്കോഡ ഗാമ കാപ്പാട് എത്തിയപ്പോൾ കൊച്ചി രാജാവും രാജ്ഞിയും അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. ഒരു പ്രാദേശിക ക്ഷേത്രം നശിപ്പിച്ചതിന് ശേഷം രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പോർച്ചുഗീസുകാർ പണിതതാണ് ഈ കൊട്ടാരം. 1545 കൊച്ചി രാജാവ് രാജവീര കേരളവർമ്മയ്ക്ക് സമ്മാനമായി പോർച്ചുഗീസുകാർ ഈ കൊട്ടാരം നൽകി. കൊട്ടാരത്തിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഓട്ടുരുളികളും പെട്ടികളും പറകളും തവികളുമൊക്കെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. രാജകുടുംബം ഉപയോഗിച്ചിരുന്ന ആചാരപരമായ വസ്ത്രം, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, ഡ്രോയിങ്ങുകൾ എന്നിവയും പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന തൂക്കുവിളക്ക്, മയിൽ, കുതിര എന്നീ രൂപങ്ങളുള്ള വിളക്കുകളും ആനക്കൊമ്പ് പല്ലക്ക്, ഒരു ഹൗഡ, രാജകീയ കുടകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെ സീലിംഗ് മരപ്പണിയിൽ പുഷ്പാലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കൊച്ചി രാജകുടുംബത്തിൻ്റെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയെ ഈ കൊട്ടാരത്തിലെ പൂജാമുറിയിൽ കുടിയിരുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ മട്ടാഞ്ചേരി കൊട്ടാരവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1951 കൊട്ടാരം പുനഃസ്ഥാപിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊട്ടാരത്തിൽ രണ്ടാമത്തെ പുനരുദ്ധാരണം നടത്തി. 2007 ആരംഭിച്ച പണി 2009 പൂർത്തിയാക്കി. മട്ടാഞ്ചേരി പാലസ് മ്യൂസിയത്തിൻ്റെ പ്രവേശന സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഫോർട്ട് കൊച്ചിയിലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും കാണാൻ ആഗ്രഹമുള്ളവർ ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓട്ടോകൾ ഉണ്ടാകും. 3 മണിക്കൂറിലേക്ക് 500 രൂപയാണ് അവരുടെ ചാർജ് ഈടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനും അഖിൽ അവിടെ നിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്തു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അടുത്തൊരു വിശേഷമായി വരുന്നവരെ ബൈ ബൈ.